നമസ്കാരം. രാത്രിയുടെ നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് ആകാശത്തിലൂടെ പാഞ്ഞു പോകുന്ന മിസൈലുകളുടെ ശബ്ദം, കടലിലൂടെ മുന്നേറുന്ന യുദ്ധക്കപ്പലുകൾ, ഭയത്തിന്റെയും അനിശ്ചിതത്വത്തിന്റെയും നിഴലിൽ ഉറങ്ങാൻ പോലും കഴിയാതെ കഴിയുന്ന സാധാരണ ജനങ്ങൾ. പശ്ചിമേഷ്യ എന്നൊരു യുദ്ധഭൂമിയേക്കാൾ കൂടുതൽ ലോകത്തിന്റെ ഭാവിയെ നിർണ്ണയിക്കുന്ന അപകടകരമായ പരീക്ഷണശാലയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കയും ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം ഓരോ ദിവസവും പുതിയ തലത്തിലേക്ക് നീങ്ങുമ്പോൾ സമാധാനത്തിന്റെ അവസാന നൂൽപാലം പോലും പൊട്ടിപ്പോകുമോ എന്ന ആശങ്ക ലോകത്തെ അലട്ടുകയാണ്. ഇപ്പോൾ പുറത്തുവരുന്ന സംഭവ വികാസങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ സംഘർഷം വെറും 3 രാജ്യങ്ങൾ തമ്മിലുള്ള രാഷ്ട്രീയ തർക്കമല്ല എന്നതാണ്. അതിന്റെ പ്രത്യാഘാതങ്ങൾ ലോക സമ്പദ് വ്യവസ്ഥയെയും ഊർജ്ജ സുരക്ഷയെയും അന്താരാഷ്ട്ര രാഷ്ട്രീയത്തെയും ഒരുപോലെ ബാധിക്കുന്ന തരത്തിലേക്ക് വളർന്നു കഴിഞ്ഞു. ഹോർമൂസ് കടലിടുക്ക് മുതൽ ലെബനൻ അതിർത്തി വരെ വ്യാപിച്ചു കിടക്കുന്ന ഈ സംഘർഷ മേഖലയിൽ ഒരു ചെറിയ പിഴവ് പോലും വലിയ യുദ്ധത്തിന് കാരണമായേക്കാവുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. പരസ്പരം വെല്ലുവിളിച്ചും വിജയ പരാജയങ്ങൾ എണ്ണിപ്പറഞ്ഞും ഇരു രാജ്യങ്ങളും മത്സരിക്കുകയാണ്. ഗൾഫ് മേഖലയിൽ ഇറാൻ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ US സൈന്യം വിജയകരമായി പ്രതിരോധിച്ചതായും ഇതിന് തിരിച്ചടിയായി ഇറാനിൽ ആക്രമണങ്ങൾ നടത്തിയതായും US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കിയിരിക്കുകയാണ്. ബഹ്റൈനിലെ US നാവികസേനയുടെ 5ാം കപ്പൽപ്പടയുടെ ആസ്ഥാനവും മേഖലയിലെ മറ്റൊരു വ്യോമതാവളവും തങ്ങൾ ആക്രമിച്ചെന്ന ഇറാൻ റവല്യൂഷണറി ഗാർഡ്സിന്റെ അവകാശവാദം US സൈന്യം പൂർണ്ണമായും നിഷേധിച്ചു. മേഖലയിലെ അയൽ രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ നിരവധി ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവിട്ടുവെങ്കിലും അവയൊന്നും ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തിയില്ല എന്നാണ് സെൻട്രൽ കമാൻഡ് പ്രസ്താവനയിൽ പറഞ്ഞത്. കുവൈറ്റിനു നേരെ തൊടുത്ത 2 ഇറാനിയൻ മിസൈലുകൾ ലക്ഷ്യത്തിലെത്തുന്നതിന് മുൻപ് തകരുകയോ തെന്നിമാറുകയോ ചെയ്തു. ബഹ്റിന് നേരെ വിക്ഷേപിച്ച 3 മിസൈലുകൾ USന്റെയും ബഹ്റിന്റെയും വ്യോമ പ്രതിരോധ സേന ഉടൻ തന്നെ വെടിവെച്ചിട്ടു. ശത്രുതാപരമായ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനം പ്രതിരോധിച്ചതായി കുവൈറ്റ് സൈന്യവും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ രാജ്യാന്തര ജലാതിർത്തിയിലൂടെ സഞ്ചരിക്കുകയായിരുന്ന സിവിലിയൻ കപ്പലുകൾക്ക് നേരെ ഇറാൻ വിക്ഷേപിച്ച 3 ആക്രമണ ഡ്രോണുകളും US സൈന്യം വെടിവെച്ചിട്ടതായി സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാനിലെ സൈനിക ഗ്രൗണ്ട് കൺട്രോൾ സ്റ്റേഷനെ ലക്ഷ്യമിട്ടായിരുന്നു US ആക്രമണം നടത്തിയത്. US ആക്രമണത്തിന് മറുപടിയായാണ് US സൈനിക താവളങ്ങൾക്ക് നേരെ തങ്ങൾ ആക്രമണം നടത്തിയതെന്നായിരുന്നു ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഇർന റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഈ അവകാശവാദം പൂർണ്ണമായും വ്യാജമാണെന്ന് എക്സിലൂടെ വ്യക്തമാക്കിയ സെൻട്രൽ കമാൻഡ് അമേരിക്കൻ സൈന്യത്തിനു നേരെയുള്ള ഇറാന്റെ എല്ലാ ആക്രമണങ്ങളും പരാജയപ്പെട്ടുവെന്ന് അറിയിച്ചു. ഏപ്രിൽ 8 മുതൽ USഉം ഇറാനും തമ്മിൽ താൽക്കാലിക വെടിനിർത്തൽ നിലവിലുണ്ട് എങ്കിലും സ്ഥിരമായ സമാധാന ചർച്ചകൾ ഇതുവരെ വിജയം കണ്ടിട്ടില്ല. ലബനനിലെ ഇസ്രയേലിന്റെ വർദ്ധിച്ചു വരുന്ന സൈനിക നീക്കങ്ങൾ US ഇറാൻ വെടിനിർത്തൽ തകരാർ കാരണമാകുമെന്ന് ഇറാൻ കഴിഞ്ഞ തിങ്കളാഴ്ച മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇസ്രയേലിന്റെ സുരക്ഷയുടെ പേരിൽ അമേരിക്ക കൂടുതൽ സൈനിക സമ്മർദ്ദം ചെലുത്തുമ്പോൾ സ്വന്തം പരമാധികാരവും സുരക്ഷയും സംരക്ഷിക്കുകയാണെന്ന നിലപാടിലാണ് ഇറാൻ. ഈ 2 നിലപാടുകൾക്കിടയിൽ ഒതുങ്ങിപ്പോകുന്നത് സാധാരണ ജനങ്ങളുടെ ജീവിതങ്ങളാണ്. ഓരോ ആക്രമണത്തിനും പിന്നാലെ ഉയരുന്നത് മരണസംഖ്യകൾ മാത്രമല്ല, തകർന്ന വീടുകളും അനാഥരാകുന്ന കുട്ടികളും ഭാവിയെക്കുറിച്ചുള്ള ഭയങ്ങളും കൂടിയാണ്. ഈ യുദ്ധത്തിന്റെ ഏറ്റവും ഭീകരമായ വശം അതിന്റെ വ്യാപന സാധ്യതയാണ്. ഇന്നത് പശ്ചിമേഷ്യയിൽ ഒതുങ്ങുന്നുവെന്ന് തോന്നുന്നുവെങ്കിലും എണ്ണ വിതരണവും കടൽ വ്യാപാരവും ആഗോള സാമ്പത്തിക ബന്ധങ്ങളും ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും അതിന്റെ ആഘാതം വളരെ വേഗത്തിൽ പടർന്നു പിടിക്കാൻ സാധ്യതയുണ്ട്. എണ്ണവില വർധന, സാമ്പത്തിക അനിശ്ചിതത്വം, പുതിയ രാഷ്ട്രീയ ധ്രുവീകരണം എന്നിവയെല്ലാം ഈ സംഘർഷത്തിന്റെ തുടർഫലങ്ങളായി മാറാം. പശ്ചിമേഷ്യയുടെ ആകാശത്ത് നിന്ന് പറക്കുന്നത് യുദ്ധവിമാനങ്ങൾ മാത്രമല്ല, മനുഷ്യരാശിയുടെ ഭാവിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ കൂടിയാണ്. മരുഭൂമിയിലെ ഓരോ പൊടിക്കാറ്റിനും പിന്നിൽ ഒരു യുദ്ധത്തിന്റെ കഥയുണ്ട്. കടലിലെ ഓരോ തിരമാലയും ഒരു മുന്നറിയിപ്പ് പോലെയാണ്. സമാധാനത്തിന്റെ വാക്കുകൾ ഇപ്പോഴും കേൾക്കാമെങ്കിലും ആയുധങ്ങളുടെ ശബ്ദമാണ് കൂടുതൽ ഉച്ചത്തിൽ മുഴങ്ങുന്നത്. ഈ യുദ്ധം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരു ലളിതമായ സത്യമാണ്. യുദ്ധങ്ങൾ ആരംഭിക്കുന്നത് രാഷ്ട്രീയ നേതാക്കളുടെ തീരുമാനങ്ങളിലൂടെയാകാം, പക്ഷേ അതിന്റെ വില നൽകുന്നത് സാധാരണ മനുഷ്യരാണ്. അതുകൊണ്ട് തന്നെ പശ്ചിമേഷ്യയിൽ ഇന്ന് കത്തുന്ന ഈ തീ ലോകം മുഴുവൻ ഗൗരവത്തോടെ കാണേണ്ട ഒരു മുന്നറിയിപ്പാണ്. കാരണം യുദ്ധം ഒരിക്കലും അതിർത്തികൾക്കുള്ളിൽ ഒതുങ്ങിയ ചരിത്രമില്ല. അത് മനുഷ്യരാശിയുടെ ഭാവിയിലേക്കാണ് അതിവേഗം കത്തിപ്പടരുന്നത്.